നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പൗലോ ഡിബാല എന്നും അർജൻറ്റീന ആരാധകരുടെ ഇടനെഞ്ചിൽ ഒരു സ്ഥാനമുള്ള കളിക്കാരനാണ്. ലിയോ മെസ്സിയുടെ പിൻഗാമി എന്ന് പലരും മുൻകൂട്ടി പറഞ്ഞിരുന്ന ഒരാൾ, പക്ഷേ പിന്നീട് അത്രത്തോളം ഉയരങ്ങളിലേക്ക് പോയില്ല. ഇപ്പോൾ ഇതാ പുതിയ സീസൺ ഇറ്റാലിയൻ സിരിയയിലെ മാച്ച് ഡേ 1 പൗലോ ഡിബാലയുടെ മാസ്മരിക തിരിച്ചുവരവ്. പോയ സീസണിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉലഞ്ഞു. വേൾഡ് കപ്പ് സ്ക്വാഡിൽ പോലും ഇടം കിട്ടിയതുമില്ല. പക്ഷെ ഇപ്പോഴിതാ ഫെറന്റീനയെ ഇന്നലെ AS റോമ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ പൗലോ ഡിബാലയുടെ വക ഹാട്രിക് അസിസ്റ്റ്. 3 അസിസ്റ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. മാലനും അതുപോലെ പിസില്ലിയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. മാലൻ ഹാട്രിക് കണ്ടെത്തിയിരുന്നു. ഏതായാലും പൗലോ ഡിബാല കളിയിൽ ഹാട്രിക് നേടിയതോടുകൂടി ആരാധകർ വീണ്ടും ആവേശത്തിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ഡിബാല വീണ്ടും ആ പഴയ മികവിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും അവർക്കുണ്ട്. കളിയുടെ 27ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്ന് മാലൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. തുടർന്ന് ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ലീഡെടുത്ത് നിന്ന AS റോമ രണ്ടാം പകുതിയിൽ 4 ഗോളുകൾ കൂടി അടിച്ചു. വീണ്ടും ഡിബാലയുടെ അസിസ്റ്റിൽ നിന്ന് മാലൻ്റെ ഗോൾ പിറക്കുന്നു. കളിയുടെ 52ാമത്തെ മിനിറ്റിലായിരുന്നു രണ്ടാമത്തെ ഗോൾ. ഒരിക്കൽ കൂടി 60ാമത്തെ മിനിറ്റിൽ അതേ ഡിബാലയുടെ അസിസ്റ്റിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഡോണിൽ മാലൻ്റെ ഗോൾ പിറന്നു. 3-0. അതിനുശേഷം കളിയുടെ 86ാമത്തെ മിനിറ്റിൽ പിസില്ലിയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 4 ഗോളിൻ്റെ വിജയത്തിലേക്ക് AS റോമ കടന്നു പോവുകയായിരുന്നു. ഈ കളിയിൽ 78 മിനിറ്റാണ് ഡിബാല കളിച്ചത്. അപ്പോഴേക്കും 3 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 62 ടച്ചുകൾ, 41 പാസുകളിൽ 33 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 5 ലോങ് പാസുകൾ കൊടുത്തതിൽ 4 കംപ്ലീറ്റായി. 2 തവണ അദ്ദേഹത്തെ എതിരാളികൾ ഫൗൾ ചെയ്തു. 4 റിക്കവറീസ് അദ്ദേഹം നടത്തി. സോ മിന്നും ഫോമിൽ പൗലോ ഡിബാല. ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.